ആ കഥയല്ലിത്, കഥയല്ലിത് ജീവിതം പറയാൻ പോവാ. ഈ കേരളത്തിലെ മധ്യ തിരുവിതാംകൂറിലെ ഒരു സ്ഥലത്ത് ഒരു പാവപ്പെട്ട മലങ്കര കത്തോലിക്ക സഭയിലെ ഒരു ചെറിയ ഇടവക, ആ ഇടവകയിലെ കൈക്കാരനായിരുന്ന ഒരു പാവപ്പെട്ട ചേട്ടൻ, വലിയ സമ്പത്തൊന്നുമില്ല, ഒരു ഇടത്തരം കുടുംബത്തിലെ ഒരു ചേട്ടൻ. പള്ളി എന്ന് പറഞ്ഞാൽ അയാൾക്ക് ജീവനായിരുന്നു. അങ്ങനെ പള്ളി പണി നടക്കുക. പള്ളിയിൽ വലിയ നിവൃത്തിയൊന്നുമില്ല, പള്ളിക്കാർക്ക് നിവൃത്തിയില്ല. അപ്പോ ആളുകൾ കൊടുക്കാവുന്നൊക്കെ കൊടുത്ത് അങ്ങോട്ടെല്ലാം കൂടെ ഒത്തു വരുന്നില്ല, തീരുന്നില്ലത്. വികാരിച്ച വളരെ വിഷമത്തോടെ പറഞ്ഞു, ഒരു കട്ടളയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ശരിയായ, ഒരു കട്ടളയും കൂടെ. അതിനി വാങ്ങാൻ കാശില്ല. നേരെ പറമ്പിൽ പണി ചെയ്യുന്ന ചേട്ടനെയും കൂട്ടി വീട്ടിലോട്ട് ചെന്ന് വീടിന്റെ കട്ടളയങ്ങളാക്കി. ഇപ്പോഴൊന്നും നടക്കുന്ന കാര്യമല്ല ഇത്. പണ്ട് ഇപ്പോഴൊന്നുമില്ല. ഇപ്പൊ വേണേ പള്ളിയുടെ കട്ടളയിളക്കി വീട് പോയി കൊണ്ടുപോയി. അപ്പോ ഈ വീടിന്റെ കട്ടള ഇളക്കി കൊണ്ടുപോയി പള്ളി വികാരിച്ചനെ കൊടുത്തിട്ട് പറഞ്ഞു, വെച്ചോളാൻ പറഞ്ഞു. ഈ വീടിന്റെ കട്ടള ഇളക്കി പള്ളിക്ക് കൊടുത്തൊക്കെ പള്ളിക്കാര് 10 കൊല്ലം കൊണ്ട് മറക്കും. മറക്കും. 4 വികാരിച്ചമാര് മാറി വന്ന് 4 കമ്മിറ്റി മാറുമ്പോ മാറി നിൽക്കടാന്ന് പറയും. അല്ല, ഞങ്ങളുടെ അപ്പനാണ് കട്ടള, നിന്റെ അപ്പനും നിന്റെ കട്ടള ഇറങ്ങണമെന്ന് പറയും. 2നെ കണ്ടുപോലെന്ന് പറയും. നിന്റെ അപ്പനെ കണ്ടുപോലും നിന്റെ കട്ടളനെ കണ്ടുപോലും. മനുഷ്യർ ഇതെല്ലാം മറക്കും കേട്ടോ, പക്ഷെ ദൈവം മറക്കത്തില്ല. അങ്ങനെ വീടിന്റെ കട്ടള ഇളക്കി പള്ളിക്ക് കൊണ്ടുവച്ച അപ്പന്റെ മകനെ ഈ സഭയുടെ മൊത്തം ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. ആ മകന്റെ പേരാണ് കർദിനാൾ ക്ലീമീസ് തിരുമേനി.